പറഞ്ഞതിന്റെ കൂടെ ഞാൻ ആ മഹാമനീഷയുടെ ഒരു 5 നിമിഷം ഒന്ന് ഒപ്പിയെടുക്കട്ടെ. അബുൽ ഐതാം എന്ന അറബികൾ വിളിച്ചത് വെറുതെയല്ല. ലോകത്ത് സാന്ത്വനത്തിന്റെ സ്പർശവുമായി ഓടി നടക്കുന്ന ഇന്റർനാഷണൽ ഇസ്ലാമിക് സ്കോളറാണ് ഷെയ്ഖുന സുൽത്താനുൽ ഉലമ എന്നെല്ലാവർക്കും അറിയാം. അവരുടെ സാന്ത്വന പ്രവർത്തനത്തിന്റെ 1000 നിമിഷങ്ങളിൽ ഒരു 3 മിനിറ്റ് എനിക്ക് നിങ്ങൾ തരുമോ പറയാൻ? അതാ 60 വാർഡുകൾ നവീകരിക്കാൻ താജുൽ ഉലമ നഗറിൽ പ്രഖ്യാപനമുണ്ടായി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കുഷ്ഠരോഗ ആശുപത്രിയുടെ കുഷ്ഠരോഗ വാർഡാണ് അവിടുത്തെ പ്രവർത്തകർ തെരഞ്ഞെടുത്തത്. 5ാം വാർഡാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ആ വാർഡ് 5.5 ലക്ഷം രൂപ കൊടുത്താണ് നവീകരിച്ചത്. സ്റ്റേറ്റ് കമ്മിറ്റി കൊടുത്ത ചെറിയ ഫണ്ടിന്റെ കൂടെ വലിയൊരു ഫണ്ട് ജില്ലാ കമ്മിറ്റിയും ഡെവലപ്പ് ചെയ്താണ് അത് പൂർത്തീകരിച്ചത്. സമർപ്പണത്തിന് ശൈഖുന കാന്തപുരം ഉസ്താദ് എത്തി. സാന്ത്വനത്തിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു സേവകൻ എന്ന നിലക്ക് സാധുവായി ഞാനും അവിടെ ഹാജരുണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമർപ്പിച്ചു കഴിഞ്ഞ് അൽഹംദുലില്ലാഹ് അവിടെ പെയിന്റ് അടിച്ച് വൃത്തിയാക്കിയ, ടൈൽസ് ഇട്ട് ഫ്ലോർ മൊഞ്ചാക്കിയ, കോട്ടുകൾ മെയിന്റനൻസ് നടത്തിയ, ബെഡ് പുതുക്കിയ ആ പ്രവർത്തകരെ നന്ദിപൂർവ്വം ഓർത്ത് ആശുപത്രി അധികൃതരും സൂപ്രണ്ടും എല്ലാവരും പങ്കെടുത്ത ആ ചടങ്ങ് അവസാനിച്ച ഉടൻ ഷെയ്ഖുന സുൽത്താനുൽ ഉലമ പറഞ്ഞു, നമുക്ക് ഈ രോഗികളെ ഒന്ന് കാണാം. കുഷ്ഠരോഗികളെ കാണാൻ ആരും അത്ര വലിയ താല്പര്യം കാണിക്കില്ല. യഥാർത്ഥത്തിൽ കുഷ്ഠരോഗികളും ആ വാർഡിൽ ഉണ്ടാവാൻ നിവൃത്തിയില്ല. സ്കിൻ ഡിസീസ് എന്നാണ് പുതിയ പേരവിടെ കൊടുത്തിരിക്കുന്നത്. എന്തായിരുന്നാലും കുഷ്ഠരോഗമെന്ന പേരിൽ പണ്ട് കൊണ്ടാക്കിയവരെ കൊണ്ട് തിരിച്ചു പോകാൻ ആളുകൾ തയ്യാറല്ല. അങ്ങനെയാണ് വാർഡിൽ രോഗികളുള്ളത്. എന്തായാലും രോഗികളെ കാണാമെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുമ്പോ ആദ്യത്തെ ബെഡിൽ കാല് മുട്ടിന് താഴെ മുറിക്കപ്പെട്ട ഒരു മനുഷ്യൻ. അത്യാവശ്യം കനമുള്ളൊരു ശരീരമാണ്. ആ മനുഷ്യൻ നീറ്റ് ഡ്രസ്സിങ്ങിലാണ്. നല്ല രീതിയിൽ വൃത്തിയായിരിക്കുന്നു ആ മനുഷ്യൻ. ആ മനുഷ്യന്റെ അടുത്ത് ചെന്നിട്ട് ഉസ്താദ് ചോദിച്ചത് നമ്മളാരും പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യം. നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല. എങ്ങനുണ്ട്, സുഖമല്ലേ എന്നല്ലേ നമ്മൾ ചോദിക്കുക. ഷെയ്ഖുന സുൽത്താനുൽ ഉലമയുടെ നാവ് ശബ്ദിച്ചത്, ആധികാരിക രസനയിൽ അന്വേഷണം നടത്തിയത്, നിങ്ങൾ എത്ര കൊല്ലമായി ഇവിടെ? സുബ്ഹാനല്ലാഹ്. ആ ഒരു ചോദ്യം എവിടുന്ന് വന്നു എന്ന് ഞാൻ അപ്പോൾ തന്നെ യഥാർത്ഥത്തിൽ എന്റെ മനസ്സിൽ ഇങ്ങനെ സംശയിച്ചു. എന്നാൽ ഉടൻ തന്നെ ഈ മനുഷ്യന്റെ മറുപടി വന്നു, 40 കൊല്ലമായി ഉസ്താദ്. ഉസ്താദ് കരയാൻ തുടങ്ങി. ഉസ്താദിന്റെ കണ്ണ് നിറഞ്ഞു. ഉസ്താദിന്റെ കണ്ണുനീര് കണ്ണിൽ നിറയുന്നത് കണ്ടപ്പോൾ അതിന്റെ കൂടെ ഉസ്താദ് ഒരു വർത്തമാനം കൂടി പറഞ്ഞു. 40 കൊല്ലമോ പടച്ചവനെ, 40 കൊല്ലം ഈ മനുഷ്യൻ ദുനിയാവ് കണ്ടിട്ടില്ലേ അല്ലാ? ഈ ആശുപത്രി വാർഡിനകം മാത്രമല്ലേ 40 കൊല്ലത്തെ ഇദ്ദേഹത്തിന്റെ ലോകം എന്ന് ചോദിച്ച് അത്ഭുതത്തോടെ കരയാൻ തുടങ്ങിയപ്പോൾ ഈ മനുഷ്യൻ സ്ഫുടമായ മലയാള ഭാഷയിൽ, നല്ല സാഹിത്യ ഭാഷയിൽ പറയാ, നിങ്ങൾ കരയണ്ട ഉസ്താദ്, നിങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ മുമ്പിൽ കരയാൻ പാടില്ലാത്തത്. ഇത് പറഞ്ഞ ഉടൻ അദ്ദേഹം ആ മുഖത്തു നിന്ന് കണ്ണെടുത്ത് ഞങ്ങളുടെ നേരെ നോക്കി. എന്നിട്ട് പറഞ്ഞു, ഈ മഹാനായ ഉസ്താദ് 35 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്നെ വന്ന് കണ്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടായിരിക്കാം ഉസ്താദ് ഒരു പക്ഷെ ഇങ്ങനെ ചോദിക്കാൻ തന്നെ കാരണം. 35 കൊല്ലം മുമ്പ് ഞങ്ങളെ വിസിറ്റ് ചെയ്യാൻ ഈ മഹാപണ്ഡിതൻ ഇവിടെ വന്നിട്ടുണ്ട്. വന്നപ്പോൾ ഞങ്ങളൊരാവശ്യം ഉസ്താദിനോട് ഉന്നയിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഇവിടെ നിസ്കരിക്കാൻ സൗകര്യമില്ല ഉസ്താദ്, ഞങ്ങൾക്ക് നിസ്കരിക്കാൻ ഒരു സ്ഥലം വേണമെന്ന് സൂപ്രണ്ടിനോട് പറഞ്ഞപ്പോ, ഇവിടെ കാണുന്ന ഫാദിയായ ഒഴിഞ്ഞ സ്ഥലത്ത് നിങ്ങൾ എവിടെ വേണമെങ്കിലും നിർമ്മിച്ചോ, പക്ഷെ ആശുപത്രി ഫണ്ടിൽ നിന്ന് അതിന് ഫണ്ട് അനുവദിക്കാനില്ല. ഇത് പറഞ്ഞ സൂപ്രണ്ടിന്റെ വിഷയം ഉസ്താദിനോട് ഞങ്ങളൊന്ന് ഉണർത്തി. ഉസ്താദ് മെമ്മറിയിൽ തപ്പുകയാണ് ആ വിഷയം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് ഈ മനുഷ്യൻ ഞങ്ങളോട് കാണിച്ചു, ആ കാണുന്ന പ്രയർ ഹാൾ അത് ഈ ഉസ്താദ് അന്ന് ഞങ്ങൾക്ക് നിർമ്മിച്ചു തന്ന ഞങ്ങളുടെ പള്ളിയാണ്. ആ പ്രയർ ഹാളിൽ 35 കൊല്ലമായി ഉസ്താദ് ഒരു വഖത്ത് നിസ്കാരം എനിക്ക് ഖദാ ആയിട്ടില്ല. അതിന്റെ ക്രെഡിറ്റ് മുഴുവനും ഉസ്താദിനാണ്. പിന്നെ 35 കൊല്ലത്തിന് മുമ്പ് വന്ന് കണ്ടിട്ട് പിന്നെ ഇപ്പോഴല്ല നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നത്.
നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മർക്കസിലെ വിദ്യാർത്ഥികളുടെ കയ്യിൽ ഉസ്താദ് തന്നു എന്ന് പറഞ്ഞ് പ്രവർത്തകരും വിദ്യാർത്ഥികളും ഞങ്ങൾക്ക് വിരിപ്പ് കൊണ്ട് തന്നിട്ടുണ്ട്, മെഡിസിൻ കൊണ്ട് തന്നിട്ടുണ്ട്, ഞങ്ങൾ ആഗ്രഹിക്കുന്ന ചെറിയ ചെറിയ ഭക്ഷണപ്പൊതികൾ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ മറക്കാത്ത ഉസ്താദ് കരയാൻ പാടില്ലെന്ന് പറയുന്ന വ്യക്തമായ ഭാഷയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ഈ വിനീതന് കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, വേറെ എവിടെ പോണം നമുക്ക് മാതൃകയ്ക്ക്? SYS സാന്ത്വനത്തിന്റെ വളണ്ടിയർമാരെ, നാം എവിടെയും പോകണ്ട. ഈ മഹാമനീഷകൾ നമുക്ക് നേതൃത്വം നൽകുന്ന കാലത്തോളം, ഈ മഹാന്മാരായ വിലായത്തിന്റെ പ്രഭകളായ പണ്ഡിതന്മാർ നമുക്ക് നയിക്കുന്ന കാലത്തോളം ഒരു വിഷമവും വരാനില്ല. അതുകൊണ്ട് തന്നെ നാം എല്ലാവരെയും ഒരാളെയും വേർതിരിച്ചു കാണാൻ പാടില്ല. മാനവികമായ നല്ല മനസ്സോടെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും താങ്ങും തണലുമായി നാം വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കേണ്ട മേഖലയാണിത്. ഇഅ്തികാഫിനേക്കാൾ കൂലിയുണ്ടെന്ന് പ്രവാചകർ ഒരു വേള പഠിപ്പിച്ച സാന്ത്വന പ്രവർത്തനത്തിന്റെ മേഖലയാണ്. ജനുവരി 23, 27 നമ്മുടെ ജനുവരി മാസത്തിൽ നടന്ന സാന്ത്വന വാരം, സാന്ത്വനത്തിന്റെ പര്യായമാണ് SYS സാന്ത്വനമെന്ന് പറയിപ്പിച്ച ആ വാരത്തിൽ പാലിയേറ്റീവിന് പാരലായി പാലിയേറ്റീവിന്റെ സഹായത്തോടെ തന്നെ വീടുകൾ കയറി സർവേ നടത്തി ആയിരക്കണക്കിന് ആളുകൾക്ക് ഒന്ന് ചരിച്ചു കടത്തിയാൽ മതിയായിരുന്നു. ചിലരെ വീൽ ചെയർ കൊണ്ടുപോയി അതിലിരുത്തിയാൽ മതിയായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊക്കെ ചെയ്തു കൊടുത്തപ്പോ നമ്മുടെ മനസ്സിനുള്ള സംതൃപ്തി ഇറങ്ങി വരിക താഴേക്ക്. പാവപ്പെട്ടവന്റെ വേദന ഉൾക്കൊള്ളാൻ തയ്യാറാകുക. ഇപ്പോൾ ഞാൻ പാലക്കാട് ടൗൺ ഹാളിൽ വെച്ച് മന്ത്രി ബാലനും MLA ഷാഫിയും ഒക്കെ പങ്കെടുത്ത ആ പരിപാടിയിൽ വെച്ച് 50 വീൽ ചെയറുകളാണ് താലൂക്ക് ആശുപത്രികൾക്കും ജില്ലാ ആശുപത്രിക്കും വ്യക്തികൾക്കുമായി അവിടെ വിതരണം ചെയ്തത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ 50,000 രൂപയുടെ മെഡിക്കൽ കാർഡ് വിതരണം ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കണം, ദാറുൽ ഖൈറിന്റെ ഭവനം നാളെ സമർപ്പിക്കാൻ അവിടെ ഇന്നൊരെണ്ണം സമർപ്പിച്ചു. മാത്രമല്ല, മറ്റൊരു വീടിന്റെ സഹായം, മറ്റു 2 വീടുകളുടെ സഹായം അവിടെ വെച്ച് വിതരണം ചെയ്തു.